സ്വർണ്ണക്കടത്ത്, ആളെക്കൊല്ലിക്കൽ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ADGP MR അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിച്ച PV അൻവർ MLAക്ക് പിന്നിൽ ഗൂഢശക്തികളുണ്ടെന്നും അതേക്കുറിച്ചാണ് അന്വേഷണം വേണ്ടതെന്നും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് അദ്ദേഹം മൊഴി നൽകിയതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. പോലീസ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ്. DGPയുടെ ചേംബറിൽ നടന്ന മൊഴിയെടുപ്പിൽ IG G സ്പർജൻകുമാറും ഉണ്ടായിരുന്നു. ADGPയുടെ ആവശ്യപ്രകാരം മൊഴിയെടുപ്പ് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിലെ മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയതിനാൽ DGP നേരിട്ട് തന്റെ മൊഴിയെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലിൽ അദ്ദേഹത്തിന് എതിരായ എല്ലാ ആരോപണങ്ങളും ADGP നിഷേധിച്ചു. 29 വർഷത്തെ സർവീസിൽ ഇതുവരെ ഇത്തരം ആരോപണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നതിന് പിന്നിൽ ശക്തമായ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും PV അൻവറിനെതിരെ ആരോപണ ശരങ്ങളാണ് അദ്ദേഹം മൊഴിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLAക്ക് പിന്നിൽ ബാഹ്യശക്തികളുണ്ട്. വ്യക്തമായ ഗൂഢാലോചന ആരോപണങ്ങൾക്ക് പിന്നിലുമുണ്ട്. സ്വർണ്ണക്കടത്ത്, കുഴൽപ്പണം, മയക്കുമരുന്ന് മാഫിയകളും നിരോധിത തീവ്രവാദ സംഘടനകളും ഗൂഢാലോചനയുള്ളതായി അദ്ദേഹം സംശയിക്കുന്നെന്നും ചില മുസ്ലിം സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് സംസ്ഥാനത്തും അതിശക്തമായ നടപടികൾ എടുത്തിരുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിയമപ്രകാരം ഇത്തരം നടപടികൾ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഇത് തന്നെ ഒരു വലിയ വിഭാഗത്തിന്റെ കണ്ണിലെ കരടാക്കിയതായും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുത്തതിന്റെ പകയാണ് തന്നോട് തീർക്കുന്നതെന്നും ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആരോപണങ്ങൾ തെറ്റാണെന്ന് എന്ന് തെളിഞ്ഞാൽ ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ആരോപണങ്ങൾ തെറ്റാണെന്നതിനുള്ള തെളിവുകളും DGPക്ക് അദ്ദേഹം കൈമാറുന്നുണ്ട്. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അത് ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. പോലീസ് ആസ്ഥാനത്തെത്തി DGPയെ കണ്ട് PV അൻവർ MLA നേരത്തെ നൽകിയ പരാതിയിൽ ഇല്ലാതിരുന്ന ADGPയുടെ RSS കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എഴുതി നൽകിയെന്നാണ് സൂചന. അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് DGPയുടെ സംഘത്തെ നിയോഗിച്ചത്. ADGPയുടെ RSS കൂടിക്കാഴ്ച അൻവർ മൊഴിയായി നൽകിയതോടെ അതേക്കുറിച്ച് DGPയുടെ സംഘത്തിന് അന്വേഷിക്കാം. പുതുതായി 2 കാര്യങ്ങൾ അന്വേഷിക്കാനായി DGPക്ക് എഴുതി നൽകിയെന്നും ചില തെളിവുകൾ കൈമാറിയെന്നും DGPയുമായുള്ള അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചില കാര്യങ്ങൾ DGP ചോദിച്ചും മനസ്സിലാക്കി. ADGP ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിനാൽ തെളിവുകളും വിവരങ്ങളും നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥരും വിരമിച്ചവരും ഭയപ്പെടുന്നതായും അൻവർ ചൂണ്ടിക്കാണിച്ചു. അതേസമയം തന്നെ ADGPയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം 2 ആഴ്ചയ്ക്കകം ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് DGP സർക്കാരിന് സമർപ്പിക്കുമെന്ന് അറിയിക്കുന്നുമുണ്ട്. സ്വർണ്ണക്കടത്ത്, കൊലപാതകം, മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തൽ, സ്വർണം പൊട്ടിക്കൽ, കോടികളുടെ കൈക്കൂലിയടക്കം ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെല്ലാം തന്നെ ADGPയുടെ വിശദീകരണം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ക്ലീൻ ചിറ്റ് നൽകിയാവും പോലീസ് ചെയ്യുക. 30 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് സർക്കാരിന്റെ ഉത്തരവ്. മുൻകാലങ്ങളിൽ അന്വേഷണം നേരിടുന്നവരെ പദവിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു പതിവ്. ഗുരുതര ആരോപണങ്ങളാണെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡും ചെയ്യും. എന്നാൽ സേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിട്ടും അജിത് കുമാറിനെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ അനുവദിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. തെളിവുകൾ ഇല്ലാതാക്കാനും അന്വേഷണത്തിന്റെ വഴി തിരിച്ചുവിടാനും ഇത് ഇടയാക്കും. ADGP ഉന്നത പദവിയിൽ തുടരുന്നതിനാൽ അന്വേഷണ സംഘത്തോട് സത്യം വെളിപ്പെടുത്താനും പരാതികളിൽ ഉറച്ചു നിൽക്കാനും ആളുകൾ മടിക്കും. പോലീസുകാരിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങളും തെളിവുകളും കിട്ടുന്നില്ലെന്ന് അൻവർ പറയുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ്.